സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കാനുള്ള സമയം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇത് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. എന്തായാലും പത്തനംതിട്ടയിലെ ഓട്ടോക്കാർക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ചേട്ടാ, ഇന്നു മുതലാണ് ഗതാഗത വകുപ്പിൻ്റെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ നടപ്പിലാക്കിയോ? ഇല്ല, ഞങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങൾ നടപ്പിലാക്കാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് പിടിക്കുന്ന വണ്ടി 10 മണിയാകുമ്പോഴായിരിക്കും ഒരു കൈനീട്ട ഓട്ടം വരുന്നത്. അത് ഒന്നി 40 ആകാം, 30 ആകാം, അല്ലെങ്കിൽ 50 ആകാം. അത് മുരിപ്പിൻ്റെ മണ്ടയിലോട്ടാണ് കിട്ടുന്നത്. ആ മുരിപ്പിൻ്റെ മണ്ടയ്ക്കിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് ഓട്ടം കിട്ടത്തില്ല, ഒരു കാരണത്താലും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ആകെപ്പാടെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ഓട്ടം എന്ന് പറഞ്ഞാൽ തീരെയില്ല. 100-500 രൂപ ഓടിക്കഴിഞ്ഞാൽ അത് വണ്ടിയുടെ ഡീസലും കഴിച്ചിട്ട് അതിനകത്ത് 100-200 രൂപ ചിലപ്പോൾ യാത്രയ്ക്ക് കിട്ടിയിരിക്കും. ഞങ്ങൾക്കും കുടുംബവും വീടുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളെങ്ങനെ കഴിഞ്ഞു കൂടണം? ഞങ്ങളെക്കൊണ്ട് വലിയ പ്രയാസമാണ് ഈ മീറ്റർ ഇട്ട് ഓടി അതിനകത്ത്. പിന്നെ നാട്ടുകാരുമായിട്ട് അടിയുണ്ടാകാനും പിന്നെ അവരുമായിട്ട് പ്രശ്നത്തിനും ചീത്ത വിളിക്കും ബഹളത്തിനും ഒക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കിട്ടുന്ന മൊത്തം മുരിപ്പിൻ്റെ മുണ്ടയ്ക്കോട്ടാണ് കിട്ടുന്ന മൊത്തം. ചേട്ടാ, ഇന്ന് തീരുമാനം കർശനമാണ്. സ്റ്റിക്കർ ഇല്ലെങ്കിൽ സൗജന്യ യാത്ര എന്നൊക്കെയാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അപ്പോൾ ചേട്ടാ ഒട്ടിച്ചോ? എന്താ? ഇല്ല, ഒട്ടിച്ചില്ല. ഞങ്ങളിവിടെ ആരും ഒട്ടിച്ചിട്ടില്ല. ഇവിടുത്തെ ഓട്ടോ എല്ലാം ഈ മലയോര പ്രദേശമാണ്. റിട്ടേൺ ഇവിടുത്തെ 10 രൂപയാണ് കിട്ടുന്നത്. ആ റിട്ടേൺ 10 രൂപ വെച്ച് കിട്ടി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മുതലാകത്തില്ല. 30 രൂപയുടെ ഓട്ടം കിട്ടിയാൽ 10 രൂപ റിട്ടേൺ. വലിയ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ദ്രോഹിക്കുന്ന ഒരു തീരുമാനമാണ്. ആണ്, തീർച്ചയായിട്ടും ദ്രോഹിക്കുന്ന തീരുമാനം. ടൗൺ ഏരിയയിലെ വലിയ വലിയ പട്ടണങ്ങളിലാണെങ്കിൽ നടക്കുന്ന സമ്പ്രദായം. പക്ഷേ ഇവിടെ നടക്കത്തില്ല. ഇവിടെ ഒന്നും കൊണ്ട് ഓടിയാൽ മുതലാകത്തില്ല. ഞാൻ ഒരു 15 വർഷമായിട്ട് ഈ പത്തനംതിട്ട ടൗണിൽ കിടന്ന് ഓട്ടോ ഓടിക്കുന്നത് ഒരു തൊഴിലാളിയാണ്. ഈ 15 വർഷത്തിനിടയ്ക്ക് ഇതുകൊണ്ട് കഴിഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ അന്ന് ഈ ചില ദിവസം ഓടിയാൽ വല്ലതും കിട്ടും, ചില ദിവസം ഒന്നും കിട്ടത്തില്ല. ഈ എം പി ഡിമാരൊക്കെ പറയുന്നത് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് യാത്രക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാമെന്ന്. ഇവർ ഈ പറയുന്ന ഇപ്പോഴത്തെ സിസ്റ്റം തന്നെ ഈ മീറ്റർ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. 1 സൈഡ് 15ഉം 1.5 കിലോമീറ്റർ 30ഉം പിന്നെ അത് കഴിഞ്ഞ് 7 രൂപ നമ്മൾ ചോദിച്ച് വാങ്ങിക്കണമെന്നാണ് പറയുന്നത്. ഈ 30ഉം 15ഉം 45 കാണിച്ചിട്ട് നമ്മൾ അവരോട് 7 രൂപയുടെ ചോദിച്ചാൽ അവർ തരുമോ? മീറ്റർ കാണിക്കുന്നതല്ല കൊടുക്കത്തുള്ളൂ. അത് തന്നെ പ്രായോഗികമല്ല. ഈ പരിപാടി നിർത്തി പോകേണ്ട അവസ്ഥയാണ്. ആന്നു, ജീവിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ജീവിക്കുന്നത് പറഞ്ഞാൽ ഈ വെയിലും കൊണ്ട് ഇവിടെ കിടന്ന് ഇപ്പോൾ രാവിലെ വന്നിട്ട് തന്നെ 50, 30, 80 രൂപ ഓടിക്കിട്ടിയേ. ഈ 80 രൂപ ഓടി വയ്യോളം കിടന്ന് എത്ര കിട്ടും? ഈ ടേണിലാണ് ഇവിടെ കിടന്ന് ഓടുന്നത്. ആദ്യം വരുന്ന ആൾക്ക് ആദ്യത്തെ ഓട്ടോ എന്നുള്ള രീതിയിലാണ് ഇവിടെ കിടന്ന് ഓടുന്നത്. ഒരു തൊഴിലാളിക്കും ജീവിച്ചു പോകാൻ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തുകൊണ്ടിട്ടാണ് ഇവർ ഈ തീരുമാനം എടുക്കുന്നത് നമുക്കറിയത്തില്ല. ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയല്ല തീരുമാനിക്കേണ്ടത് അല്ലേ? ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ KSRTC സ്റ്റാൻഡ് ഫ്രണ്ടിൽ കിടക്കുന്നത് നിങ്ങൾ തന്നെ നോക്ക്. ഇവിടെ ഇപ്പോൾ എത്ര ഓട്ടോകൾ കിടക്കുന്നു. എന്തെങ്കിലും ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി തരുക എന്നുള്ളതാണ്. 11 മണിയായി, ഇതുവരെയും കൈനീട്ടം ഓടിയിട്ടില്ല. എന്താ ചെയ്യാനാ? എത്ര വണ്ടി കിടക്കും? നിങ്ങൾ അങ്ങോട്ട് നോക്ക്, എത്ര വണ്ടി കിടക്കുന്നതെന്ന് നോക്ക്. ഇങ്ങനെ പോയാൽ വേറൊരു രക്ഷയില്ല. വണ്ടി എല്ലാം കൂടെ റോഡ് ഇട്ടിട്ട് ഞങ്ങൾ പോവുക, അല്ലെങ്കിൽ ചത്ത് കളയുക. അതേ ഉള്ളൂ. ജീവിതം വഴിമുട്ടി. എല്ലാം എന്തുവാ? ഒരു രക്ഷയില്ല, ജീവിക്കാൻ ഒരു വഴിയില്ല. ഒരിക്കലും രക്ഷപ്പെടാൻ നോക്കത്തില്ല. അന്നന്ന് കഴിയാനുള്ള മാത്രം പോലും കിട്ടുന്നില്ല. ഒരു സാധനത്തിനും വിലക്കുറവില്ല. ഞങ്ങൾ ഡീസൽ അടിക്കുന്നത് തന്നെ 100ൻ്റെ മേളിലോട്ടാണ്. ഒരു ഓട്ടം പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ഓട്ടോയെ കിട്ടുന്നില്ല. റിട്ടേൺ കയറിയാൽ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞാൽ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. അവരെ ഓരോ കാരണങ്ങൾ ഇതേ വരുന്നുള്ളൂ. ഓട്ടവും കിട്ടുന്നില്ല. ഈ പണിക്ക് പോകുന്ന പത്തനംതിട്ട ജില്ലക്കാർ ഓട്ടോ ഓടിക്കുന്നവർ പട്ടിണി കിടക്കേണ്ടി വരും. അല്ല വേറെ കാര്യമില്ല എന്ന് പറഞ്ഞാൽ മുതലാകത്തില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 സൈഡേ അവർ തരത്തുള്ളൂ. 50 രൂപയുടെ ഓട്ടം പോയി, അല്ലെങ്കിൽ 30 രൂപയുടെ ഓട്ടം കഴിഞ്ഞാൽ 100 രൂപയുടെ ഓട്ടം പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് 40 രൂപ കിട്ടത്തുള്ളൂ. അത് 40 രൂപ ഇങ്ങോട്ട് 1 സൈഡ് ഇട്ട് വരുന്നിടത്ത് റിട്ടേൺ പൈസ ഇല്ലാതാവും. ഇല്ലാതാകുമ്പോൾ ഈ 40 രൂപയ്ക്ക് ഓടി മുതലാകും. 1 ലിറ്റർ ഡീസൽ 140 രൂപ. സർക്കാരിൻ്റെ ഏത് സാധനത്തിനാണ് വിലയില്ലാത്തത്? ഉപ്പ് കൂട്ട് കർപ്പൂരം വരെ ഇവർ വില കയറ്റിക്കൊണ്ടിരിക്കുക. സാധാരണപ്പെട്ടവരെങ്ങനെ ജീവിക്കും? ഇവർ ഇപ്പോൾ കമ്മീഷണർ അവിടെ നിന്ന് പറയും നിങ്ങൾ കൂട്ടി വാങ്ങിച്ചോ അങ്ങനെ ചെയ്ത യാത്രക്കാരെ യാത്രക്കാരെ കൂടുതൽ പിടിച്ച് പറിക്കുന്നതെന്ന്. ഇത് പട്ടിണി കിടന്ന് ഇത് ഓടിക്കും. ഇത് ഇത്ര നേരം വന്ന് 50 രൂപ ഓടിക്കുന്നു. 50 രൂപ ഓടി ഇപ്പോൾ ചായ കുടിച്ചതേ ഉള്ളൂ. ഒരു വീട് കഴിഞ്ഞ് പോകണേ ഇതും കൊണ്ട് ഇറങ്ങി ഒരു 1000 രൂപ അല്ല ഇപ്പോൾ ഒരു വീട് സാധാരണപ്പെട്ട് കഴിയാൻ പറ്റുമോ? എന്തൊരു സാധനം ഇല്ലാത്ത ഇവരെ കയറി ഇരുന്ന് മൊത്തം നശിപ്പിക്കുക അല്ലാതെ വേറൊന്നുമില്ല. ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു. വോട്ട് കൊടുത്തിട്ട് ഞാൻ ഒറ്റ വോട്ടിന് അവന് കൊടുക്കത്തില്ല, ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല. ഞാൻ ഉള്ള കാര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കത്തില്ല. ഞാൻ തീർത്തും ചെയ്തേക്കുക. എന്നൊരു പാവം പിടിച്ചവരെ ജീവിക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനായിട്ട് നിൽക്കുക ഇപ്പോൾ. അപ്പോൾ എന്തായാലും പത്തനംതിട്ടയിൽ വലിയ എതിർപ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. കൂടുതൽ ഓട്ടോ തൊഴിലാളികൾ ഇവിടെയുണ്ട്. ഇവരാരും തന്നെ ഈ ഓട്ടോകളിൽ മീറ്ററിന് മുകളിൽ ഇത്തരത്തിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിച്ചിട്ടില്ല. ഈ തീരുമാനം നടപ്പിലാക്കാനാകില്ല. അവർ വളരെ ചുരുങ്ങിയ
ഓട്ടമാണ് അവർക്ക് ലഭിക്കുന്നത്. വളരെ ചുരുങ്ങിയ വരുമാനമുള്ളത്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മോട്ടോർ വകുപ്പിൻ്റെ ഈ നിർദ്ദേശം പ്രായോഗികമല്ല എന്ന് അവർ പറയുന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട ഒരു മലയോര ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടമൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒരു ഓട്ടം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ കാശും ഉണ്ടാവില്ല. അങ്ങനെ ഈ ഒരു തീരുമാനത്തോട് വലിയ വിയോജിപ്പാണ് പത്തനംതിട്ടയിലെ ഓട്ടോക്കാർക്കുള്ളത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, പത്തനംതിട്ട.